നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. നയത്തിലെ വയ്യാവേലി. മദ്യനയത്തിലെ യെച്ചൂരിയുടെ നിലപാടിൽ ആക്ഷേപവുമായി UDF. ഇടതുപക്ഷം മദ്യലോബിയുടെ പിണിയാളുകളായി മാറിയെന്ന് സുധീരൻ. മദ്യനയത്തിന് ശേഷം ഉപഭോഗം കുറഞ്ഞില്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു. CPM വൻകിട മദ്യലോബിയുടെ താൽപര്യം സംരക്ഷിക്കുന്നുവെന്നും ആക്ഷേപം. മദ്യനയത്തിലെ യെച്ചൂരിയുടെ നിലപാട് മാറ്റം സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദം മൂലമെന്ന് രമേശ് ചെന്നിത്തല. ഇതിൽ VS മറുപടി പറയണമെന്നും ആവശ്യം. മദ്യ ഉപഭോഗം കുറയുന്നില്ലെങ്കിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ നിലവിലെ മദ്യനയം മാറ്റുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഇന്നലെ. കുരുക്കിലായ പ്രവേശനം. മെഡിക്കൽ പ്രവേശന പരീക്ഷ സംബന്ധിച്ച് ആശങ്കകൾ നിലനിൽക്കെ സുപ്രീംകോടതി നിർദ്ദേശിച്ച ഏകീകൃത പരീക്ഷയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. കേരളത്തിൽ ഉൾപ്പെടെ നീറ്റ് പരീക്ഷ എഴുതിയത് 6.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. സംസ്ഥാനങ്ങളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളും നടത്തിയ പ്രവേശന പരീക്ഷയുടെ സാധുത റദ്ദാകും. അഖിലേന്ത്യാ തലത്തിൽ ഏകീകൃത പരീക്ഷ ഈ വർഷം തന്നെ നടത്താനുള്ള വിധി പുനഃപരിശോധിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ഹർജിയും സുപ്രീം കോടതി തള്ളി. നേരത്തെ നിശ്ചയിച്ച പ്രകാരം പരീക്ഷ 2 ഘട്ടമായി തന്നെ നടത്തും. രണ്ടാം ഘട്ട എൻട്രൻസ് ജൂലൈ 24-ന്. ചിറകുവെച്ച വിവാദങ്ങൾ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിവാദ ഇടപാടിൽ ഉന്നതർക്ക് കുരുക്കുമുറുക്കി CBI. കേസിൽ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ നാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നടപടി ബന്ധുക്കളായ ഇടനിലക്കാർ വഴി ഇറ്റാലിയൻ കമ്പനിയിൽ നിന്നുള്ള കോഴപ്പണം ത്യാഗിയുടെ അക്കൗണ്ടിൽ എത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന്. അതേസമയം വിവാദ ഇടപാടിൽ പണം കൈപ്പറ്റിയത് ആരെന്ന് വ്യക്തമാക്കിയത് മുൻ UPA സർക്കാർ എന്ന് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. എന്നാൽ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കാൻ മോദി സർക്കാരിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ്. മുഴങ്ങട്ടെ മെയ് ദിനം. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിൽ കേരള കൗമുദി നോൺ ജേർണലിസ്റ്റ് അസോസിയേഷന്റെ മെയ് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം. കേരള കൗമുദി അങ്കണത്തിൽ CPI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി GR അനിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് V ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. നോൺ ജേർണലിസ്റ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KS സാബു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് SR അനിൽകുമാർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് S ഉദയകുമാർ നന്ദി പറഞ്ഞു. നെടുമങ്ങാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ജീവനക്കാർ സ്വരൂപിച്ച തുക ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറിക്ക് കൈമാറി. ബലാബലത്തിൽ ബാഗ്ദാദ്. ഷിയ പ്രക്ഷോഭകർ പാർലമെന്റ് മന്ദിരം കൈയടക്കിയ ഇറാഖിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. ഭരണസിരാകേന്ദ്രമായ ഗ്രീൻ സോണിലേക്ക് ഇരച്ചുകയറിയ ഷിയ പുരോഹിതൻ മുഖ്തദ അൽ സദറിന്റെ ആയിരക്കണക്കിന് അനുയായികൾ. തലസ്ഥാന നഗരമായ ബാഗ്ദാദിൽ അടിയന്തരാവസ്ഥ. ഭരണപരിഷ്കരണ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ സർക്കാരിനെ താഴെയിറക്കുമെന്ന് സദറിന്റെ അന്ത്യശാസനം. ഇറാഖിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കളമൊരുങ്ങിയത് പ്രധാനമന്ത്രി ഹൈദർ അൽ അബാദി മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് നീക്കം തുടങ്ങിയതോടെ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2810 രൂപ, പവൻ 22,480 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.